ഹലോ വെൽക്കം ബാക്ക് ടു ആംസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാനൊരു മേക്ക് ഓവർ ലുക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ശിവപ്രിയ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ആളുടെ എൻഗേജ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആളങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളായതുകൊണ്ട് ജസ്റ്റ് നമുക്കൊരു എങ്ങനെ ഉണ്ടാവും ജസ്റ്റ് മേക്കപ്പൊക്കെ ചെയ്താലും നമുക്കറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം, അല്ലെങ്കിൽ മേക്കപ്പിലോട്ട് കിടക്കാം കേട്ടോ. ഈ ലെൻസൊക്കെ ആ കണ്ണിൽ കുത്തി കയറ്റിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു ടാസ്ക് ആയിരുന്നു. 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ട് ആ കണ്ണിൻ്റെ ഉള്ളിൽ ലെൻസ് ഒന്ന് കുത്തി കയറ്റാൻ വേണ്ടിയിട്ട്. ആളുടെ കണ്ണ് വളരെ ചെറുതാണ് കേട്ടോ. അത് കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ലെൻസ് വെക്കാൻ നോക്കിയപ്പോൾ ആ ലെൻസിൻ്റെ വലുപ്പേ ആകെ ആ കണ്ണിനുള്ളൂ. പിന്നെ ഒരുവിധം ഞങ്ങൾ കുറേ ട്രൈ ചെയ്തിട്ടാണ് ഇങ്ങനെ വെച്ച് സെറ്റാക്കി കേട്ടോ. അവൾ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ലാസ്റ്റ് കരഞ്ഞൊരു കഥയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കുഞ്ഞി കണ്ണിലൊക്കെ ലെൻസ് വെക്കാനായിട്ട് കുറച്ച് റിസ്ക് ആണെന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ സമ്മതിക്കണം കേട്ടോ. അങ്ങനെ അത് ഒരുവിധം ഒരു കണ്ണിൽ നമ്മൾ കുത്തി കയറ്റിയിട്ടുണ്ട്. പിന്നെ അത് അങ്ങോട്ട് നോക്കാൻ പറയുന്നു, ഇങ്ങോട്ട് നോക്കാൻ പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി സെറ്റാക്കുകയാണ് കേട്ടോ. കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ തോരാണ്ട് വരികയായിരുന്നു കേട്ടോ. അത്രയ്ക്ക് വെള്ളം വരുന്നുണ്ടായിരുന്നു. കാരണം തടച്ചിൽ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അവൾക്ക്. എന്നാലും ഒന്ന് സെറ്റാക്കി നമുക്ക് ആദ്യമായിട്ട് ലെൻസ് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിന്നു. അതിൽ നിന്നൊന്ന് സ്കിൻ കെയർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അവളുടെ ഫേസിൽ ഇപ്പോൾ അടുത്ത് പിമ്പിൾസ് ഒരുപാട് വന്നിട്ട് കുറച്ച് പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുത്ത് അതിനുശേഷം ലിപ്പും ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവള് എൻ്റെ അടുത്ത് ഇങ്ങനെ മേക്കപ്പ് ചെയ്യണമെന്ന് പറയാൻ കാരണം ഞാൻ ചെയ്തിട്ടുള്ള 1-2 മേക്കപ്പൊക്കെ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഈ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് താന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഐ മേക്കപ്പ് ചെയ്യാമെന്ന് കേട്ടോ കരുതിയത്. അതിനായിട്ട് ഈ ഒരു ഇൻസൈറ്റിൻ്റെ കൺസീലർ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ അവളുടെ ഒരു സ്കിൻ ടോണിന് ഏകദേശം മാച്ച് ആയിട്ടുള്ളൊരു ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഐ ഒന്ന് ആദ്യം ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനങ്ങനെ മേക്കപ്പിൽ വലിയ പ്രോ എന്നല്ല, അതെൻ്റെ വീഡിയോ കാണുന്നവർക്കായാലും അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യാണ്ടിരിക്കാറുമില്ല. ഞാനങ്ങനെ പ്രോ അല്ലാന്ന് കരുതിയ മേക്കപ്പ് ചെയ്യാണ്ടിരിക്കുന്ന ആളുമല്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഐ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രഷും സ്പഞ്ചൊന്നും വെച്ചിട്ടല്ല, ഇപ്പോൾ ഞാൻ കൈ വെച്ചിട്ടാണ് ജസ്റ്റ് ചെയ്ത് കൊടുത്തത്. ഐ ലുക്ക് ഞാൻ അവൾക്ക് അവളുടെ ആ ഒരു ഡ്രസ്സിന് ഏകദേശം മാച്ചായി വരുന്നൊരു കളറൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഞാൻ പൗഡർ വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം എൻ്റെ അനിയത്തി എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നതുകൊണ്ട്, അവളങ്ങനെ മനസ്സറിഞ്ഞ് ഷൂട്ട് ചെയ്ത് തന്നുകൊണ്ടായിരിക്കും ഐ ലുക്ക് ചെയ്ത വീഡിയോ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അവൾ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഐ ലുക്ക് വന്നിട്ട് ഞാനൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡും മിക്സ് ആയിട്ടാണ് കേട്ടോ കൊടുത്തത്. ഔട്ടർ കോർണറിൽ ഞാനൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ട് ബ്ലെൻഡാക്കി എടുത്തിട്ടാണ്. എന്നിട്ട് ഞാൻ നമ്മുടെ കാജൽ പെൻസിൽ വെച്ചിട്ട് ഞാൻ അവളുടെ കണ്ണിന് മുകളിൽ മാത്രം ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഐബ്രോയും ഒന്ന് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 2 വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. ഞാൻ എന്ത് ചെയ്താലും ഇപ്പം ഇങ്ങനെയാണ് ഗൈസ്, എനിക്ക് പണി വരാറ്. പിന്നെ ഞാൻ ആ ഒരു പാലറ്റിൽ നിന്ന് തന്നെ അവൾക്ക് ഒന്ന് ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ സ്കിൻ ടോൺ കളർ വെച്ചിട്ടും ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഫിറ്റ്മിയുടെ നമ്മുടെ ഫൗണ്ടേഷനും എടുത്തിട്ടാണ് ഈ ഒരു ഫുൾ ഫൗണ്ടേഷനൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് സെറ്റാക്കി കൊടുത്തത്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ കൂടെ ഞാൻ സ്ട്രോപ്പ് ക്രീം, നമ്മുടെ NYBയുടെ സ്ട്രോപ്പ് ക്രീമും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ബ്രഷ് വെച്ചിട്ട് നല്ലോണം സെറ്റാക്കി കൊടുത്തു. ഇപ്പം തന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ ഒരുവിധം നമുക്ക് കവറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല, കാരണം എൻ്റെ അടുത്തുള്ള മിക്ക മേക്കപ്പ് പ്രൊഡക്ട്സും 500-ന് താഴെ വരുന്നത്. ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു ബ്ലഷ് ഉണ്ടായിരുന്നു, അത് വെച്ച് ചെറുതായിട്ടൊരു ബ്ലഷ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അത് പർപ്പിളിൻ്റെ ഒരു കോണ്ടോർ സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ. ഇനി NYBയുടെ ഈ ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ബേസ് മേക്കപ്പ് വന്നിട്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരെങ്കിലും മേക്കപ്പ് അങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസ് മേക്കപ്പ് ഒക്കെ സെറ്റായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഫുൾ കവറേജൊക്കെ ഏകദേശമൊക്കെ കിട്ടിയപ്പോൾ ഈ ഒരു ഫാന് വെച്ചിട്ടാണ് ഞാനത് ഉണക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇനി നമ്മുടെ മെയിൻ പാർട്ട് വന്നിട്ട് ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ളതാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഷെയ്ഡ് വന്നിട്ട് DLC 032 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്.
ഞാൻ ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ വേറൊരു ഷെയ്ഡും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്, കുറച്ച് ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ അത് രണ്ടും മിക്സായി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു ഗ്രീൻ പൊട്ട് കൂടെ. ഇനി നമുക്ക് ഹെയറും കൂടെ ഒന്ന് സെറ്റാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഹെയർ അത്യാവശ്യമൊക്കെ കുഴപ്പമില്ലാത്തൊരു വോളിയുള്ള ഹെയറൊക്കെയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അവളുടെ ഹെയറൊക്കെ. അപ്പോൾ ഞാൻ മെസ്സി ബ്രൈഡായിട്ട് ചെയ്യാമെന്നാട്ടാണ് കരുതിയത്. അങ്ങനെ അവൾ ഹെയർ യു കട്ടോ അങ്ങനെ എന്തോ ആയത് കാരണം നമുക്ക് ഫുൾ മുടി കുടുങ്ങുന്നില്ലായിരുന്നു കേട്ടോ. എങ്കിലും ഞാനൊന്ന് മെസ്സിയാക്കി അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളൊരു ക്രിംബറൊക്കെയാണ് കേട്ടത്. ഭയങ്കര അഫോർഡബിൾ റേറ്റിന് വാങ്ങിയിട്ടുള്ള ക്രിംബറൊക്കെ ആയിരുന്നു. അത് വെച്ചിട്ട് ക്രിംബൊക്കെ ചെയ്ത് ഇതുപോലെയൊക്കെ ഇങ്ങനെ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഏകദേശമൊക്കെ എവിടേക്കൊരു നമുക്ക് ഹമ്പ് ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. എന്നിട്ട് ഞാൻ ഹെയർ സെറ്റിംഗ് സ്പ്രേ കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കോമ്പിൻ്റെ ടെയിലിൽ ഞാനിങ്ങനെ മുടി ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് നമ്മുടെ സ്ട്രൈറ്റ്നർ വെച്ചൊന്ന് ചൂടാക്കിയപ്പോൾ നമുക്ക് ചെറിയൊരു കേൾസും കിട്ടി കേട്ടോ. പക്ഷെ അവൾക്ക് ഫേസിൻ്റെ ഫ്രണ്ടിലോട്ട് അങ്ങനെ ഹെയർ ഇടുന്നത് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അത് നല്ല സക്സസ് ആയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ശിവയുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. കാരണം അവളുടെ ഔട്ട്ഫിറ്റും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഓർണമെൻറ്റ്സും ഞാൻ ഇട്ട് കൊടുത്ത് ആ ഒരു മേക്കപ്പ് ലുക്കൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ സന്തോഷത്തിൻ്റെ കരച്ചിലല്ല ഗൈസ്, അത് ലെൻസ് വെച്ച കരച്ചിലാണ്. കംപ്ലീറ്റ് ആയതോടെ തന്നെ അവളെല്ലാവരെയും വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അമ്മേനെയും ഹസ്ബൻഡിൻ്റെ അമ്മേനെയും അനിയത്തിയെയും ഹസ്ബൻഡിനെയും എല്ലാവരെയും കാണിച്ചു കൊടുക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ ഞാനിവിടെ കൊടുക്കാം കേട്ടോ, ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അവൾ ഇതാ എടുത്തൊഴിവാക്കിയത് ലെൻസായിരുന്നു. കാരണം അത്രയ്ക്ക് അവൾക്ക് അൺകംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയായാലും ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ, അവൾക്ക് എത്രത്തോളം സ്യൂട്ട് ആവുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബൈ.